ദൈവമേ, നാളെ എന്റെ കല്യാണമാണ്. ഒരു കാര്യങ്ങൾ ഒതുങ്ങിയിട്ടുമില്ല. ഇനി കല്യാണം ആരെങ്കിലും വിളിക്കണ്ട, അതും അറിയാൻ വയ്യ. ഓ, ഒരു കട്ടില് പണിയാൻ കൊടുത്ത് 1 വർഷമായി. മേശിരിയേ, മന്മഥം മേശിരിയേ. ഓ, രാവിലെ എന്തോ നീന്ന്? നിന്റെ കട്ടിലിന് ഞാൻ ഷേവ് ചെയ്ത് കൊടുക്കുന്നു. എടാ, നിനക്ക് കണ്ണ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പണിയുന്നത്. മേശിരി, നാളെ എന്റെ കല്യാണമാണ്. എന്റെ കട്ടിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സുനി, ഈ കല്യാണത്തിൽ കാണിക്കുന്ന ആക്രാന്തേ വന്നിരുന്ന് ഈ കട്ടിലി കാണിക്കല്ലേ നീ. ഇത് കൈപ്പണിയാണ്, കൈപ്പണി. മേശിരി, എന്റെ കട്ടിൽ ഒരു വളവുണ്ടല്ലേ? നല്ലോണം കണ്ണൂർ നോക്കിയാണ്. ഉണ്ട് മേശിരി, വളവുണ്ട്. നീങ്ങ വാ. നീ രാത്രി കല്യാണം കഴിഞ്ഞിട്ട് ഈ വളവിലാണ് കിടക്കുന്നത്. അല്ല എടാ, ഇത്രയും സ്ട്രൈറ്റ് ആയ സ്ഥലം കിടക്കല്ലേടാ. ഇവിടെ കയറി കിടന്നുകൂടാ നിനക്ക്? വേറെ കൊണ്ടല്ല, നാളെ എന്റെ മാമ മുണ്ടൂരിക്കൊണ്ട് ഇങ്ങോട്ട് വരെയാണ്. നിന്റെ മാമ എന്തിനാ മുണ്ടൂരിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? അയ്യോ, മുണ്ടൂരിക്കൊണ്ട് വരുന്നല്ല, പിന്നെ മുണ്ടൂരിക്കുന്ന സ്ഥലത്തിന് ഇങ്ങോട്ട് വരെയാണെന്ന്. അങ്ങനെ എന്റെ കട്ടിൽ കാണാൻ വേണ്ടി. കട്ടിൽ കാണാൻ? ഓ, മാമൻ വന്നാലും ശരി, മാമി വന്നാലും ശരി, നീ കെട്ടാൻ പോണ പെണ്ണ് പറഞ്ഞ മോഡലിലാണ് കട്ടിൽ ഞാൻ ചെയ്ത. ഒരു ഫോട്ടോ എടുത്ത് നേരെ അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടു. അയ്യോ മേശരി, ഫോൺ ഓണാക്കാൻ പറ്റൂല. അത് കാര്യം എന്ത്? അത് വേറൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസേ ഈ വോയിസ് നോക്കുന്ന സംഭവം ഫോണിനകത്തുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഫോൺ ഓണാക്കിയതും ഏതാ ഒരു ഇരണം കെട്ട പട്ടി ഒന്ന് 2 കൊര വലിച്ചങ്ങ് പോയി. ആ പട്ടിയാണെങ്കിൽ ചത്തും പോയി. ഞാൻ കേട്ടത് കുറഞ്ഞിട്ട് തുറക്കുന്നില്ല. ഇല്ല, പട്ടി എന്റെ കൈ കിട്ടുന്ന ഒരു ഷേക്കൻഡും കൊടുത്താനെ, നല്ലൊരു ഉമ്മയും കൊടുത്താനെ. മേശരി, പിന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇവിടെ പണിയണ വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ആ തിയേറ്ററിന്റെ ഫ്രണ്ടി വെച്ചേക്കുന്ന മറ്റേ മീൻകാരൻ വല എറിയുന്നില്ലേ, ആ പടം സൂപ്പർ. എടാ, അത് മീൻകാരൻ വല എറിയുന്നല്ല, പിന്നെ ആടുതോമ മുണ്ടുപറിച്ചെറിയുന്ന ഹോട്ടലിലാണ് ഞാൻ അവിടെ കൊത്തി വെച്ചിരുന്നത്. അയ്യോ, അതായിരുന്നു. പിന്നല്ലാതെ എന്റെ കട്ടിലിന്റെ കാര്യം തീരുമാനമായി. ഒരു അടിപൊളി പണിത് തരാം ഞാൻ. പിന്നെ മേശരി, നിങ്ങൾ ചിന്തയുള്ള സമയത്തെ എന്താണ് ഈ മെഴുക് തേക്കുന്നത്? ഇത് തേക്കണതാ? എടാ, രാവിലെ എണിച്ച് പണിക്ക് വന്നിട്ട് ഈ ചിന്തയിൽ ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഈ ചിന്തയിലിന് ദേഷ്യം വരും. ആ സമയത്ത് ഈ മെഴുകും എടുത്ത് തേച്ചെടുക്കും ഒരു സുഖത്തിന് വേണ്ടി. ചിന്തയിലും വേണ്ട ഒരു സുഖമൊക്കെ. പിന്നെ മേശരി, ഈ മെഴുക് ഞാൻ എടുക്കുകയാണ്. തുനി മെഴുക അവിടെ വീണി. പിന്നെ ഈ കട്ടിലിന്റെ പണി പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്ക് മറ്റന്നാ ഒരു പാല് കച്ചുണ്ട്. പാല് കച്ചുണ്ടല്ലേ? ഈ പാല് കച്ചിന്റെ കാര്യം പറയണോ മേശരി? ഈ സാധാരണ നമ്മൾ ഒരു വീട്ടിൽ പാല് കച്ചാൻ പോകുമ്പോ ഒരു വിളക്ക് കത്തിച്ചാണ് കയറുന്നത്. അത് തന്നെ ഈ മേശരി പാല് കച്ചാൻ പോണ വീട്ടിൽ എന്തിനു വെച്ചിട്ട് 5 വിളക്ക് നിരത്തി വെക്കുന്നത്? തുനി, അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കാണെ കൈക്ക് ചെറിയൊരു വിറയലുണ്ട്. അപ്പൊ ഈ 5 വിളക്ക് ഞാൻ നിരത്തി അങ്ങ് വെച്ചിട്ട് 5ലും തിരിയിടും. ഈ പാല് വെച്ച് ചടങ്ങാകുമ്പോഴത്തേക്ക് തിരി ഇങ്ങനെ കത്തിച്ച് ആദ്യത്തെ തിരി വെക്കാൻ വേണ്ടി ചെണ്ട അടിക്കുന്ന കൈ ഇങ്ങ് വിറയ്ക്കും. വിറച്ച് ഏതെങ്കിലും ഒന്ന് കത്തും. ആ വിളക്കെടുത്ത് വീട്ടുകാർക്കും കൊടുക്കും. അതാണ് എന്റെ വിറയില് മേശരി. ഈ വിറയിലുണ്ടെങ്കിലേ സഹായത്തിന് ആരും കൂടെ നിർത്തിയോ പോരായിരുന്ന? അയ്യോ, നിർത്തൂല. എന്റെ കൂടെ സഹായത്തിന് ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ഈ പയ്യൻ പണി സൈറ്റ് ഓടി വന്നിട്ടാണ് മന്മഥം മേശരി ചന്ദന എന്തിനും ഉള്ളാന്ന്. ഞാൻ പറഞ്ഞു, എടാ, അത് നെറ്റി തേക്കാൻ കൊള്ളാന്ന് പറഞ്ഞു. ഇവ അങ്ങ് പോയടാ. ഞാൻ തിന്നേ കിടന്ന് ഉറങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെന്നാ ഒരു ചന്ദനത്തിന്റെ തടി എടുത്തുകൊണ്ട് എന്റെ നെറ്റി കിട്ടുന്നു. അയ്യോ, നിന്നാണ് 4 ദിവസം നെറ്റിയും പൊട്ടി മെഡിക്കലിൽ കിടന്നിയ. അങ്ങനെയുള്ളവനെ പണിക്കൊണ്ടുപോകണം. വേണ്ട. പിന്നീട് സുനി, നീ കല്യാണം കഴിഞ്ഞ ഉടനെ നീ അങ്ങ് ഇവിടെ പോണെന്ന് പറഞ്ഞു. എവിടെ മേശരി? മണിമാമന്റെ വീട്ടില്. അയ്യോ, മണിമാമന്റെ വീട്ടിൽ പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെ ഹണിമൂണിന് പോകുന്നു പറഞ്ഞത്. അതൊക്കെ തീരുമാനിച്ചു. പിന്നെ ഇരിയടാ സുനി. മേശരി, പിന്നെ എന്റെ ഹണിമൂൺ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയാം. എന്റെ ഹണിമൂൺ പ്ലാൻ ചെയ്തേക്കുന്നത് ആദ്യം ഒരു പ്രാസത്തിലാണ്. പറഞ്ഞു. ഊട്ടി പോയി ഞാൻ ഫ്രൂട്ടി കുടിക്കും. കൊടൈക്കനാലിൽ പോയി ഞാൻ കുളിക്കും. മൂന്നാറിൽ 6 നീന്തി തുടിക്കും. നീ വരുന്ന വഴിക്ക് കൊച്ചിയിൽ ഇറങ്ങോ? ഇല്ല. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, നീ എച്ചിലായി പോകുന്നു. അയ്യോ. പിന്നെ മേശരി, നിങ്ങളെ പണി കൊള്ളൂല കേട്ടോ. ഇത്രയും നേരം പണി കൊള്ളൂലെന്നാ? കൊള്ളൂല. എന്ത് കുഴപ്പം? എന്റെ കട്ടിലൊരു മുഴ. എവിടാ? താണ്ടേ. ഈ മുഴ കീറി കളയാൻ പറ്റൂലേ? പറ്റും. ഈ കട്ടിൽ എടുത്തോണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ ഇടണം. അവിടെ സർജനെ കാണിക്കുമ്പോഴത്തേക്ക് ഈ മുഴ സർജറി ചെയ്തേ കളയും. എന്നിട്ട് 5 ദിവസം ട്രിപ്പ് ഇറക്കിയിട്ടിരിക്കും. ഇതൊരു മോഡലാണടാ സുനി. മോഡലായിരുന്നു. പിന്നെ അല്ലാതെ. ഓ, എനിക്കറിയാം നിങ്ങൾ മോഡലൊക്കെ പണിയാൻ സൂപ്പർ ആണെന്ന്. പിന്നല്ലാതെ. പിന്നെ എന്ത് മേശരി ഇത്ര വർഷം നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? ഇടേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ഈ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. ആ ട്രെയിൻ ഓടിക്കാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ ഒരു സംഭവം അറിഞ്ഞിരുന്നു. എന്തോന്ന്? ഈ ശബ്ദ ബീജികളിലൂടെയൊക്കെ ഈ കഥ ഇങ്ങനെ തുറന്നു വരുമെന്ന്. ആ സംഭവം ഉള്ളതാണോ മേശരി? എടേ, ആ സംഭവം ഉള്ള തന്നെ. നീ കാണണോ? കാണണം. നീ നാളെ ഒരു 5-5:30 മണിയാകുമ്പോഴത്തേക്ക് എന്റെ വീടിന്റെ താഴെ വരണം. അവിടെ വന്നിട്ട് ഏടോ ഓഴിത്തല അജിയേന്ന് വിളിക്കണം. അപ്പോഴവിടുത്തെ മോളിൽ നിന്നൊരു ഡോർ ഇങ്ങനെ തുറന്നു വരും. അതെങ്ങനെ? അവന്റെ ഇടം പേര് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഡോർ തുറന്ന് പുറത്ത് വരൂലടാ. പിന്നെ സുനി, ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. നിന്റെ ഇടയ്ക്ക് നീ ഇങ്ങ് വാ. സാധാരണ ഒരാൾ കല്യാണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഓരോരോ ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലേ? പിന്നെ ശരി, ചോദിക്കുന്നതിന് വിഷമം തോന്നരുത്. ഇല്ലല്ലേ? ഇല്ല. കല്യാണം കഴിക്കുമ്പോ നിനക്ക് എത്ര കൊച്ചുങ്ങൾ വേണോടാ? എന്റെ ആഗ്രഹം ഒരു 6 കൊച്ചുങ്ങളാണ് മേശരി. 6. സുനി, ആ ഉളിയും കേടാ. ശരി, പറ്റൂല, നടു പിടിക്കുന്നു. 6 കൊച്ചുങ്ങൾ. 6 അല്ല 60 നടക്കാൻ ചെയ്യും. നീങ്ങ വാ. ആ സൈഡിൽ നിന്ന് പിടിച്ചാണ്. ഇങ്ങോട്ട് പിടിച്ചിട്ടാണ്. ഡെവിലല്ലേ? കാലിലൊന്നും ഒരു ആട്ടോ ഇല്ലല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ കല്യാണത്തിന്റെ പാചകമൊക്കെ നീ ആരെ ഏൽപ്പിച്ച്?
ദിവാരമാമന. ഏത് തെക്കേലെ ദിവാരമാമനെന്ന്. പുള്ളി ഏൽപ്പിച്ചത്? പിന്നെ പുള്ളിയുടെ 8 കൂട്ടം കറി ഒന്ന് കൂട്ടി നോക്കണം. അത് ഞാൻ അറിഞ്ഞായിരുന്നു. പുള്ളിയുടെ 8 കൂട്ടം കറി കൂട്ടി ഒരു 10 കൂട്ടം പള്ളും പിടിച്ചോണ്ട് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, പണിയൊക്കെ ഫിനിഷാണോ നോക്കിയോ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇത്രയും നേരം മേശിരി ഇവിടെ ഇരുന്ന് പണിത് നീ എന്നിട്ട് എന്നെ കല്യാണം വരണോന്ന് പോലും പറഞ്ഞിട്ടില്ല. അയ്യോ മേശിരി പറ്റി അറിയാതെ പറഞ്ഞു പറ്റിപ്പോയി. പിന്നെ നിന്റെ പെണ്ണിന്റെ പേരെന്താ? പെണ്ണിന്റെ പേരാ? പെണ്ണിന്റെ പേര് റെഞ്ചാ റെഡ്ഡി. കഞ്ചാവ് ഉണ്ടോന്ന്? അയ്യോ കഞ്ചാവ് റെഡി എന്നല്ല, റെഞ്ചാ റെഡ്ഡി എന്ന്. ഓരോരോ പെമ്പിള്ളേരെ പേര്. പണ്ടൊക്കെ ആണെങ്കിൽ ശ്യാമള, ഉഷ, രമണി എന്നൊക്കെ ഇരുന്നു. ഈ സൈഡ് തേക്ക് തന്നെയല്ലേ? തേക്ക് തന്നെ. ഈ സൈഡാ? ഈ സൈഡും തേക്ക് തന്നെ. ഈ സൈഡ് തേക്ക് തന്നെ. സുനി, ഞാൻ ഒരു തടി മോട്ടിച്ചിട്ട് 4 സൈഡും തേക്ക് തന്നെ. അപ്പൊ എന്റെ കട്ടിലെ 4 സൈഡും തേക്ക് തന്നെ. ഓക്കെ എന്നല്ലേ? പക്ഷെ ഈ മേൽപ്പലക മാത്രം തേക്കല്ലേ മെച്ചിരി? സുനി, ഞാൻ കൊട്ടുകൂടി കഴിച്ചു തരും. മോളിയിട്ടിരിക്കുന്ന പലയും തേക്ക് തന്നെ. അത് ഇവിടെ നിന്ന് കിട്ടി? എടാ നിന്റെ ബെഡ്റൂമിന്റെ കഥവില്ലേ തേക്കിന്റെ, അത് ഇളക്കൊണ്ടെന്നിട്ട് മോളിയിട്ട് അടിച്ചിരിക്കുന്നേ. മേച്ചിരി ഓടാ സുനി.